അധ്യാപന രംഗത്ത് 29 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ റൂബൽ രാജ് സർ. അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയം മരിയൻ കോളേജിൻ്റെ ഫോമർ പ്രിൻസിപ്പൽ എന്ന നിലയിലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളും ആശങ്കകളും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം സർ. ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ വരാൻ പോകുന്ന ഒരു സാമ്പത്തിക നേട്ടത്തോടൊപ്പം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അതിനെപ്പറ്റിയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ അല്പം വ്യത്യസ്തമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ കഴിവും പ്രാപ്തിയും ഉള്ളവർ വിദേശത്ത് പോയി നല്ല വിദ്യാഭ്യാസം നേടി തിരികെ നാട്ടിൽ വന്ന് ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നഷ്ടമെന്ന് പറയുന്നത് ഇവർ വിദേശത്തേക്ക് പോവുകയും അവിടെ ഏതെങ്കിലും മൂന്നാംകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്തു അവരുടെ കഴിവിനോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്കോ സിദ്ധിക്കോ യാതൊരു പ്രയോജനമില്ലാത്ത രീതിയിൽ അവർ തുടർ ജീവിതം നയിക്കുകയും ചെയ്യുന്നതാണ് നമുക്കുണ്ടാകുന്ന നഷ്ടം. അതൊരു തരത്തിൽ ബ്രെയിൻ വേസ്റ്റാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ കുട്ടികൾ തിരികെ നാട്ടിൽ വന്നാൽ മറ്റൊരു സംസ്കാരവുമായിട്ടാണ് അവർ തിരികെ നാട്ടിൽ വരുന്നത്. നമ്മൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവരാണ്, അഭിമാനം കൊള്ളുന്നവരാണ്. ആ സംസ്കാരത്തിന് ധാരാളം നല്ല വശങ്ങളുമുണ്ട്. ആ സംസ്കാരമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിലൂടെ അറിഞ്ഞും അറിയാതെയും നമ്മളെ ചിട്ടപ്പെടുത്തുകയും പരുവപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ തികച്ചും വിഭിന്നമായ ഒരു സംസ്കാരത്തിൽ നിന്ന് തിരികെ നാട്ടിലെത്തി കഴിയുമ്പോൾ ഏത് സംസ്കാരമാണ് അവർ കൊണ്ടു നടക്കേണ്ടത് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുകയും അറിഞ്ഞും അറിയാതെയും നമ്മുടെ സംസ്കാരത്തിലേക്ക് ആ സംസ്കാരത്തിൻ്റെ ദോഷവശങ്ങൾ സന്നിവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ സംജാതമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവിലെ സാഹചര്യത്തിൽ ട്രഡീഷണൽ കോഴ്സുകളുടെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് സാർ കരുതുന്നത്? നമ്മൾ ഈ ട്രഡീഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലഘട്ടത്തിനനുസരിച്ച വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകേണ്ടത്. കാലഘട്ടം എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് കാലഘട്ടത്തിലെ തൊഴിലവസരങ്ങൾ ലാക്കാക്കിയുള്ള വിദ്യാഭ്യാസം എന്നുള്ളതല്ല. പുതിയ കാലഘട്ടത്തിൽ വിജയിക്കണമെങ്കിൽ പുതിയ ആയുധങ്ങൾ ആവശ്യമാണ്, ബുദ്ധിപരമായ ആയുധങ്ങൾ ആവശ്യമാണ്, ആശയപരമായ ആയുധങ്ങൾ ആവശ്യമാണ്. അതിനുതകുന്ന ഒരു പൊളിച്ചെഴുത്തലുകൾ നമ്മുടെ സാമ്പ്രദായിക സമ്പ്രദായത്തിൽ നടത്തുന്നില്ല എങ്കിൽ അത്തരം കോഴ്സുകൾ എടുക്കുവാൻ വിദ്യാർത്ഥികൾ മുൻപോട്ട് വരികയില്ല. അതുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങളും സൂചനകളും ആവശ്യങ്ങളും മനസ്സിലാക്കി ഒരു ഗുണപരമായ പൊളിച്ചെഴുത്തൽ ട്രഡീഷണൽ സമ്പ്രദായത്തിൽ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകരാണ് ഞാൻ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവാതെ നമ്മുടെ കുട്ടികൾ പലരും ഈ ഡിപ്ലോമ കോഴ്സുകളൊക്കെ എടുത്ത് പെട്ടെന്ന് ജോലിക്ക് കയറാനുള്ളൊരു ടെൻഡൻസി കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ പറയും, കുട്ടികൾ +2 ശേഷം ഡിപ്ലോമയ്ക്ക് പോകരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം +2 ശേഷം അവൻ ഡിപ്ലോമയ്ക്ക് പോയാൽ മിക്കവാറും അവൻ്റെ ഭാവി അതുകൊണ്ട് അങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പത്തിലെ അവൻ സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറുന്നു. അവനാവശ്യമായ പണം അവൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നു. അവൻ്റെ കയ്യിൽ പണം എത്തിച്ചേർന്നാൽ അവനൊരു സ്വയം നിയന്ത്രിത ജീവിതം നയിക്കാൻ തുടങ്ങുന്നു. മറ്റാരുടെയും നിയന്ത്രണത്തിൽ അവൻ വഴങ്ങാതെ പോകുന്നു. അത് ഒത്തിരി ദൂഷ്യഫലങ്ങളുണ്ടാകും. മറിച്ച് ഞാൻ പറയും, അവൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കൂടി എടുക്കട്ടെ. ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് അവൻ 1 വർഷം എന്തെങ്കിലും ജോലി ചെയ്യട്ടെ. അപ്പോൾ അവന് കുറേ കൂടി പക്വത വന്നു. ആ പക്വതയും പ്ലസ് ആ ജോലി നൽകുന്ന അനുഭവ സമ്പത്തും ആ ജോലി നൽകുന്ന സാമ്പത്തിക ഉയർച്ചയും ഇത് മുതലാക്കിക്കൊണ്ട് അവൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അടുത്ത കോഴ്സിലേക്ക്, ആവശ്യമെങ്കിൽ PG കോഴ്സിലേക്ക് പഠിക്കാൻ പോകുന്നതാണ് ഉത്തമം എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷനിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന 4 ഇയർ UG പ്രോഗ്രാമിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? 4 ഇയർ UG പ്രോഗ്രാം തുടങ്ങാൻ നമ്മൾ വൈകി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം
ഞങ്ങളുടെ കോളേജിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. അതിലവർ പറയുന്ന ന്യായം, നിങ്ങളുടെ യു ജി 3 വർഷത്തെ പ്രോഗ്രാമാണ്, ഇവിടെ 4 വർഷമാണ്, അതുകൊണ്ട് പി ജിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിപ്ലോമ എടുക്കണം, എന്നിട്ട് ഇക്വലൻ്റ് ആക്കണം, ഒരു ഇക്വലൻസി അവിടെ ഉണ്ടാക്കണം, അതിനുശേഷമേ പി ജിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് 4 വർഷ യു ജി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസത്തെ എത്തിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയാൽ ഒരു തടസ്സവും കൂടാതെ തുടർ പഠനം സാധ്യമാകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്നാണ് എൻ്റെ ബോധ്യം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകൻ എന്ന നിലയിലും ഗിരിദീപം കോളേജിനെ കുറേ വർഷങ്ങളായി അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലും മറ്റ് കലാലയങ്ങളിൽ നിന്ന് ഗിരിദീപത്തെ വേറിട്ട് നിർത്തുന്നത് എന്താണെന്നാണ് സാറിന് തോന്നുന്നത്? ഗിരിദീപത്തെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാന ഘടകമെന്ന് എനിക്ക് തോന്നുന്നത് ഗിരിദീപത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചെന്ന് നിൽക്കുന്നത് MA അച്ഛൻ എന്ന് പറയുന്ന മാറിവാനിയോസ് പിതാവിലാണ്. അക്കാലത്ത് അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് MA എടുക്കുന്ന അവസരത്തിൽ മലങ്കര സഭയിൽ MA എടുത്ത ഒറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് MA അച്ഛൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബദനി സഭയുടെ വിദ്യാഭ്യാസ പാരമ്പര്യം അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങ് MA അച്ഛനിൽ ചെന്ന് നിൽക്കുകയാണ്. അദ്ദേഹം അന്ന് ചിട്ടപ്പെടുത്തിയ ഒരു ക്രമം, ജീവിതക്രമം മാത്രമല്ല വിദ്യാദാനക്രമവും ബദനിയുടെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ പിറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുണമേന്മയുടെ കാര്യത്തിലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും സമൂഹ നന്മയുടെ കാര്യത്തിലും എപ്പോഴും വേറിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ വർദ്ധിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോധമണ്ഡലത്തിലേക്ക് പ്രകാശം എത്തിക്കുകയും ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ബദനി സ്ഥാപനങ്ങളുടെ വ്യതിരക്തത എന്നാണ് എൻ്റെ പക്ഷം. ഒത്തിരി സന്തോഷം സാറിനോട് സംസാരിക്കാൻ സാധിച്ചത്. താങ്ക് യു.